രേവതി, നിനക്ക് ഹണിമൂണിന് പോകണമെന്ന് സച്ചി ചോദിക്കുമ്പോൾ പിന്നെ തോന്നാതെ നമ്മൾ ഹണിമൂണിന് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ രേവതി എന്ന് രേവതി പറയാണ്. അപ്പോൾ നിനക്കും പോകണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഹണിമൂണിന് ആൻഡമാനിലേക്ക് പോവുകയാണ്. എല്ലാവരും റെഡി ആയിക്കുമെന്ന് സച്ചി പറയാണ്. എല്ലാവരും കൂടിയോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ആടാ, നമുക്ക് കുടുംബത്തോടെ പോയിട്ട് വരാമെന്ന് സച്ചി പറയാണ്. കുടുംബത്തോടെ പോവാൻ നമ്മളെന്താടാ ടൂറിനാണോ പോണത്? അവൻ ഹണിമൂണിനാടാ പോണത് ചന്ദ്ര പറയുന്നുണ്ട്. അവൻ എന്ത് മൂണിനെങ്കിലും പോട്ടെ അച്ഛാ, എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാൻ പറ. അച്ഛാ പോവുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി പോവാം, അല്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ. അച്ഛന് കിട്ടിയ കാശല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ഞാൻ ആൻഡമാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് സച്ചി പറയാണ്. എന്തിനാ അവിടെ പോയി കുടിച്ച് കൂത്താടാനാ നിനക്ക് എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അച്ഛൻ്റെ കാശ് തട്ടിയെടുത്തവൻ എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയെ കളിയാക്കുന്നുണ്ട്. നിനക്കെന്താ ഇപ്പോൾ വേണ്ടേ? കാശല്ലേ വേണ്ടത്? എനിക്ക് ഈ മാസം പേയ്മെൻറ്റ് മുഴുവനായും കിട്ടും. ശ്രുതി 10-ാം തീയതിയല്ലേ സാലറി കിട്ടുന്നത് എന്ന് ശ്രുതി ചോദിക്കുകയാണ്. അത് കേട്ട് ശ്രുതിയും ചന്ദ്രയും ഞെട്ടുന്നുണ്ട്. ആ അതെ, 10-ാം തീയതി തന്നെ എന്ന് ശ്രുതി പറയുന്നുണ്ട്. സാലറി വന്ന പാടെ ഞങ്ങൾ നിൻ്റെ പണം തന്നോളാം എന്ന് ശ്രുതി പറയാണ്. ഇവർക്കല്ലേ ശമ്പളം കിട്ടാൻ പോണത്, ഇവനക്കല്ലേ ശമ്പളം കിട്ടാൻ പോണത് എന്ന് സത്യ ചോദിക്കുമ്പോൾ എന്താ ശ്രുതിക്ക് ശമ്പളം കിട്ടില്ല എന്ന് പറയുന്നത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇവനെ പറ്റി ശരിക്കും അറിയില്ല. അവൻ്റെ ശമ്പളത്തിൻ്റെ പാതി അഡ്വാൻസ് വാങ്ങി ചിലവാക്കിയിട്ടുണ്ടാവുമെന്ന് സച്ചി പറയാണ്. ഇല്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ, അത് 2 ദിവസം കൊണ്ട് തരാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇല്ല മോളെ, നീ അവൻ പറയുന്നതൊന്നും കേൾക്കണ്ട. ശ്രുതി, നീ ആൻഡമാനിലേക്കുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേ, എന്നിട്ട് ടിക്കറ്റിൻ്റെ കാശെടുത്ത് ഇവർക്ക് കൊടുക്കുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്തിനാ ആൻറ്റി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അല്ല മോളെ, നമ്മൾ എന്തിനാ ഇവൻ്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് വേറെ എവിടേക്കെങ്കിലും ടൂർ പോകാം എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എനിക്ക് ഓട്ടമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ശ്രുതി ടെറസിൽ നിൽക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. 10 കോടിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആലോചിച്ച് നിൽക്കുകയാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. നീ സത്യമാണോ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. എന്താ അമ്മ നിങ്ങൾ പറയുന്നത്? 10 പൈസയ്ക്ക് വകയില്ലാതെ ഇരിക്കുകയാണ് ഞാൻ. ഈ മാസത്തെ സാലറി വാങ്ങി ചെലവിന് കൊടുക്കാൻ പറഞ്ഞ് രോഹിണി അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തരണ്ടേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. വാങ്ങിയ കാശല്ലടാ, ചോദിക്കാതെ എടുത്ത കാശെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. കുറച്ച് നാൾ ഞാൻ ആൻഡമാനിൽ പോയി ജോലിയായി ഇരിക്കാമെന്ന് വിചാരിച്ചതാണ്, അതെല്ലാം സച്ചി നശിപ്പിച്ചു എന്ന് ശ്രുതി പറയുന്നുണ്ട്. നീ ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് ചന്ദ്ര പറയാണ്. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്നാൾ പറയാമെന്ന് വിചാരിച്ചപ്പോൾ രേവതി അടുത്തുണ്ടായിരുന്നു, അതാ ഞാൻ പറയാതിരുന്നത് എന്ന് ശ്രുതി പറയാണ്. നീ കാരണം ഞാൻ നാണം കെട്ടു. ഞാൻ അവരോട് മാപ്പ് ചോദിക്കേണ്ടി വന്നു. ഈ ജന്മം എനിക്കത് മറക്കാൻ കഴിയില്ലെന്ന് ചന്ദ്ര പറയാണ്. ഈ മാസം ചെലവിന് കാശ് കൊടുക്കാൻ എന്താ ചെയ്യാന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. നീ വേഗം ഒരു ജോലി പിടിച്ചു പോകാൻ നോക്ക് ശ്രുതി. ഇതെല്ലാം കണ്ടുപിടിച്ചാൽ നിന്നോടുള്ള അവളുടെ മതിപ്പെല്ലാം കുറയുമെന്ന് ചന്ദ്ര പറയാണ്. പിന്നീട് വർഷ ശ്രീകാന്തിനെ കാണാൻ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. നീ എന്താ വരുന്ന വിവരമൊന്നും പറയാത്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ചുമ്മാ ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു. നിനക്കെന്താ കഴിക്കാൻ വേണ്ടതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നതെന്ന് വർഷ പറയുന്നുണ്ട്. നിൻ്റെ വീട്ടുകാർ എന്നോട് സംസാരിക്കണ്ട എന്ന് പറയുന്നില്ലെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ അമ്മ ഏത് സമയം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വർഷ പറയുന്നുണ്ട്. അവർ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ലിവിങ് ടുഗദറിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ശ്രുതി വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും വാതിൽ തട്ടി വിളിച്ച് പുറത്തേക്ക് വരാൻ പറയാണ്. എന്താടാ, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. പണം എടുത്തതെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞില്ലേ, ആ പണം തിരിച്ചു തരാൻ വന്നതാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. സത്യമാണോ നീ പറയുന്നത്? എടാ ശ്രീകാന്തേ, നീ കേട്ടില്ലേ? ഇവൻ പണം തരാൻ വന്നതാണെന്ന് കൈ താടാ എന്ന് സച്ചി പറയുന്നുണ്ട്.
സുധിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി എണ്ണി നോക്കി. അതിൽ 4000 രൂപ കുറവാണെന്ന് സച്ചി പറയുന്നുണ്ട്.